സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവർക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ശമ്പളത്തോടുകൂടി 15 ദിവസം വരെ അവധി നൽകണമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. നിലവിലെ തൊഴിലുടമയ്ക്കു കീഴിൽ 2 വർഷം സർവീസ് പൂർത്തിയാക്കിയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള അവധി സംബന്ധിച്ച അവ്യക്തതകൾ നീക്കിയാണ് മന്ത്രാലയത്തിന്റെ പുതിയ വിശദീകരണം. തൊഴിലാളികൾക്ക് 10 മുതൽ 15 ദിവസം വരെ ശമ്പളത്തോടു കൂടിയ അവധിക്ക് അർഹതയുണ്ടാകും. ബലിപെരുന്നാൾ അവധി കൂടി ഉൾപ്പെടുത്തിയാണ് ഈ കാലാവധി കണക്കാക്കുന്നത്. എന്നാൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് പ്രധാനമായും 2 നിബന്ധനകളാണ് മന്ത്രാലയം മുന്നോട്ട് വെക്കുന്നത്. തൊഴിലാളി നിലവിലെ തൊഴിലുടമയുടെ കീഴിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും തുടർച്ചയായി ജോലി പൂർത്തിയാക്കിയിരിക്കണം. കൂടാതെ തന്റെ സർവീസ് കാലയളവിൽ ഒരു തവണ മാത്രമേ ഇത്തരത്തിൽ ശമ്പളത്തോടു കൂടിയ ഹജ്ജ് അവധിക്ക് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. മുമ്പ് ഹജ്ജ് നിർവഹിച്ചവർക്ക് ഈ അവധിക്ക് അർഹതയുണ്ടാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഒരേ സമയം എത്ര പേർക്ക് അവധി നൽകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമുണ്ടാകും. സ്ഥാപനത്തിലെ ജോലികളെ ബാധിക്കാത്ത രീതിയിൽ ഓരോ വർഷവും അവധി നൽകുന്നവരുടെ എണ്ണം നിശ്ചയിക്കാൻ ഉടമയ്ക്ക് സാധിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.